ഇവിടെ നേർച്ച ചെയ്യുമ്പോൾ ആ സാധനം തിരികെ കിട്ടുമെന്നാണ് പറയുന്നത് എന്ന് പറയുന്നു. അതെ, തിരിച്ചു കിട്ടും, കിട്ടിയവർ ഉണ്ടെന്നും പറയുന്നു. ഇവിടെ വേറൊരു നേർച്ച ഉണ്ടെന്ന് പറയുന്നല്ലോ, ഈ മോഷണം പോയ സാധനങ്ങൾ തിരികെ കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് ആൾക്കാർ നേർച്ച ചെയ്യുമെന്ന്. ഇറങ്ങാൻ പറഞ്ഞു. ഇല്ല, ഞാൻ കായംകുളം കൊച്ചുണ്ണിയാ, ഇറങ്ങാന്ന് പറഞ്ഞു. ഈ അർഗലയെന്ന് പറയാ അതിന്. ഈ ആളിന്റെ ശരീരത്തിൽ കയറിയ ആള് കാര്യങ്ങളാ ബീഡി, സിഗരറ്റ്, പിന്നെ പട്ട, മെഴുകുതിരി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വഴിപാട്. ഈ കൊച്ചുണ്ണി മറ്റൊരു വീട്ടിൽ ആരുടെയും ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പറഞ്ഞു വിട്ടു. ആ ബന്ധു വീട്ടിൽ വിരുന്നു പോയിട്ട് തിരിച്ചു വന്നേ അവരുടെ വീട്ടിൽ വലിയ അനർത്ഥങ്ങളും ഒക്കെ ആയി കഴിഞ്ഞ ഉടനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചതിന് ശേഷം അന്നൊന്നും ഇതുപോലെ നമുക്ക് ഇതിന്റെ ഒന്നും സൂക്ഷിക്കാനോ പേപ്പറുകളോ എഴുത്തോ പേനായോ മഷിയോ ഒന്നും ഇല്ലാത്തൊരു പിന്നെ ഇതെല്ലാം വെട്ടി തെളിച്ച് കാവെന്നാ പറയുന്നതിന്. ഈ കലാപരിപാടി വന്നപ്പോൾ ഇതെല്ലാം വെട്ടി തെളിച്ച് അവിടെ ഒരു കിളിഞ്ഞിൽ ഒരു കാട്ടുമരത്തേല ആ വീട്ടിന്റെ മുറ്റത്ത് എന്നാ പറയുന്നത്. നമ്മൾ കണ്ടവരല്ലല്ലോ. അതാ ഇപ്പം പോയി പറഞ്ഞ് നൂറ്റാണ്ട് വഴക്കമുണ്ട്. രാജഭരണം നടക്കുന്ന കാലമാ, നൂറ്റാണ്ട്. ബ്രിട്ടീഷ് പിന്നെ പിടിക്കുന്നത് കൊച്ചുണ്ണിയെ ബ്രിട്ടീഷ് ഗവൺമെന്റാ പിടിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചതിന് ശേഷം അന്നൊന്നും ഇതുപോലെ നമുക്ക് ഇതിന്റെ ഒന്നും സൂക്ഷിക്കാനോ പേപ്പറുകളോ എഴുത്തോ പേനായോ മഷിയോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അന്ന് ചെമ്പോല, ഓല, ഇതൊക്കെ അന്നത്തെ കാലത്തെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ സൂക്ഷ്മവിവരം എനിക്കറിയില്ല. നൂറ്റാണ്ടുകൾക്കപ്പുറം രാജഭരണമുള്ള കാലത്താ എന്നാണ്. ഈ പുന്നക്കാട്ട് ഒരു വീട്ടിലെ ഒരാൾ കായംകുളത്ത് വിരുന്നു പോയി, അവരുടെ ബന്ധു വീട്ടില്. ആ ബന്ധു വീട്ടിൽ വിരുന്നു പോയിട്ട് തിരിച്ചു വന്നേ അവരുടെ വീട്ടിൽ വലിയ അനർത്ഥങ്ങളും ഒക്കെ ആയി കഴിഞ്ഞ ഉടനെ ആ വീട്ടിൽ നിന്ന് വന്ന് എൻ്റെ അപ്പൂപ്പനോട് പറഞ്ഞു. അപ്പൂപ്പനെ ഈ മലയുടെ ഊരാളിയായിരുന്നു. അപ്പൂപ്പനോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു പടയണി വേണമെന്ന് പറഞ്ഞു. അപ്പൂപ്പൻ ആ വീട്ടിലെ പടയണിക്ക് ഡേറ്റ് എല്ലാം പറഞ്ഞു. അപ്പം ആ പടയണിക്ക് എന്നു പടയണിക്കെല്ലാം വെച്ച് ഒരുക്കി മല അനുഗ്രഹിച്ചു. തുള്ളി കഴിഞ്ഞപ്പം ഈ ആ വീട്ടിലെ കൊച്ചുണ്ണി ഈ അർഗലയെന്ന് പറയാം അതിന്. ഈ ആളിൻ്റെ ശരീരത്തിൽ കയറിയ ആള് നേരെ മേപ്പോട്ട് ഉയർന്നിട്ടൊരു മരത്തിൻ്റെ കമ്പി കടിച്ചു തൂങ്ങിക്കിടക്കുക. അപ്പം മല പറഞ്ഞു, പുള്ളി അനുഗ്രഹിച്ച് പറഞ്ഞു, താഴെ ഇറങ്ങാൻ പറഞ്ഞു. ഇല്ല, ഞാൻ കായംകുളം കൊച്ചുണ്ണിയാ, ഇറങ്ങാന്ന് പറഞ്ഞു. ഇല്ല, തലപ്പാറ മലയാ പറയുന്നത്, അല്ലെ എടപ്പാറ മലയാ പറയുന്നത്. നീ താഴെ ഇറങ്ങാൻ പറഞ്ഞു. എൻ്റെ ഇരിപ്പിടത്ത് വന്ന് എനിക്കൊരു ദീപം തന്നെ, കൊച്ചുണ്ണിക്ക് ഒരു ദീപം കിട്ടും, ഇവിടെ വന്നിരുന്നു. ഇനി ഒരു കുടുംബത്തിനും ഒരനർത്ഥം എന്ന് ഉള്ള ഒരു ബാവരെ അയ്യപ്പൻ കൊണ്ടുവന്ന് അതേ രീതിയിൽ ഇവിടെ കോട്ടപ്പുറത്ത് കൊണ്ടുവന്ന് മല ഇരുത്തിയ കൊച്ചുണ്ണി. അതേ മെഴുകുതിരി കിടക്കുന്നുണ്ടല്ലോ, അതാ യഥാർത്ഥ ഇത് കേട്ടോ, ഇതാ യഥാർത്ഥം. പക്ഷെ അന്നേരം ഇവിടെ ഇതൊന്നും അവിടെ ഇരുത്തിയത്, മനസ്സിലായി. ഇത് അവര് കമ്മിറ്റിക്കാർ പൊളിച്ച് ഇപ്പൊ അവരുടെ സൗകര്യത്തില് കൊണ്ടിരുത്തിയതാ. ഇതിനകത്ത് ഇവിടെ വേറൊരു നേർച്ച ഉണ്ടെന്ന് പറയുന്നല്ലോ, ഈ മോഷണം പോയ സാധനങ്ങൾ തിരികെ കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് ആൾക്കാർ നേർച്ച ചെയ്യുമെന്ന്. അതിന്റെ അത് കൊച്ചുണ്ണിയുടെ ശക്തിയല്ല, മലയുടെ ശക്തിയാ. മലയുടെ ശക്തിയിലല്ലേ ഇവിടെ കൊച്ചുണ്ണി ഇരിക്കാനും കൊണ്ടുവരാനും കാര്യം. അപ്പം മലയ്ക്ക് എന്തെങ്കിലും നേർച്ച നേർന്നിട്ട് എൻ്റെ സാധനം ഉരുപ്പടി പോയത് തിരിച്ചു കിട്ടണം, എൻ്റെ മലയപ്പൂപ്പാനും പറഞ്ഞ് മലയെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നു, പിന്നെ തിരിച്ചു കിട്ടുന്നു, അവർക്ക് വിശ്വാസമാകുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പം അതൊന്നുമില്ല, ആ കാലങ്ങളൊക്കെ മാറി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം പോയി. ഈ കൊച്ചുണ്ണി എന്ന് പറയുന്ന സാധനത്തിന് ഇവിടെ ഇരുത്തിയേക്കുന്നത്, നമ്മളിപ്പം ക്യാൻസറിന് ഇഞ്ചക്ഷൻ ചെയ്യുമല്ലോ പ്രതിരോധ ശക്തിയെ എന്ന് പറഞ്ഞാൽ, ഈ കൊച്ചുണ്ണി മറ്റൊരു വീട്ടിൽ ആരുടെയും ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഈ കൊച്ചുണ്ണി ആ അർഗലയെ ഓടിക്കും. അത് യഥാർത്ഥ സത്യം അതാ. അതിനെ ഇവിടെ കൊണ്ട് ഇരുത്തിയത് ഇപ്പോഴില്ല, ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ അപ്പൂപ്പൻ്റെ ഇങ്ങനെ ഇരുന്നപ്പോഴേ പലയിടത്തും ചെന്നിട്ട് മന്ത്രവാദികൾ ആ വീടിന്റെ പടിക്ക ചെല്ലുമ്പോൾ ഈ സ്വരൂപങ്ങളെ, എന്താ സ്വരൂപമായാലും അവിടുന്ന് ഇവരെ കണ്ടു കഴിയുമ്പോൾ ഓടും, ശരീരത്തിൽ നിന്ന് ഓടും. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ കയറി കഴിഞ്ഞിട്ട്
ഒരുക്കളെല്ലാം വെച്ചു, എല്ലാം അവിടുന്ന് തീർന്നെന്നും പറഞ്ഞ് പോരും. എല്ലാം അവിടുന്ന് കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ച് പറക്കി ഇങ്ങ് പോരും. അത് കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം കഴിയുമ്പം അവിടുന്ന് ആൾ ഓടി വരും, ഒരാളി പിന്നെ അതുപോലെ ആയെന്ന്. മനസ്സിലേ? അപ്പൊ അപ്പൂപ്പൻ ചെന്നപ്പോഴേ ഇവർ ഈ അർഗല ഈ ശരീരത്തുനിന്ന് ഓടിപ്പോയി, അപ്പൂപ്പനെ കണ്ടപ്പോഴേ പോയി. മനസ്സിലേ? അപ്പോൾ അപ്പൂപ്പന് വലിയ ധർമ്മസങ്കടമായി. എന്താ ഇനി ഇതിന് ചെയ്യുന്നത്? അപ്പം മലയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് വലിയ സങ്കടമായിപ്പോയി എനിക്ക് ഇങ്ങനെ. അപ്പം മലയും കൂടെ ചേർന്നിട്ടാണ് ഈ കൊച്ചുണ്ണിയെ ഇവിടെ കായംകുളത്തുനിന്ന് ഇയാളുടെ ദേഹത്ത് കയറ്റാനും ഇവിടെ കൊണ്ടിരുത്താനും. ചിന്തിച്ചു നോക്കണം, ആ കാലത്ത് അങ്ങനെ മല ഞങ്ങളെ സഹായിച്ചതാ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിൽ ഒരാളിനെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നിട്ട് 5 പാറക്കല്ലോ 5 നെല്ലോ 5 കടുവോ എന്തെങ്കിലും എടുത്തിട്ട് ഞങ്ങൾ 5 7 എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിന് എത്ര ദിവസത്തേക്ക് വിളക്ക് ഈ മെഴുകുതിരി കത്തിക്കാൻ പറ്റും? വീട്ടിനൊരു പെണ്ണുങ്ങളൊക്കെ മാസം കുളിയൊക്കെ അങ്ങനെ ശുദ്ധി വേണം. ആ ശുദ്ധി കണക്കാക്കിയിട്ട് ഞങ്ങൾ ചോദിക്കും എത്ര ദിവസം എന്ന് പറയും. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കൊച്ചുണ്ണി അവിടെ പറഞ്ഞു വിടും. ഞങ്ങൾക്ക് ഇരുത്താൻ കഴിയുമെങ്കിൽ കൊച്ചുണ്ണി അങ്ങോട്ട് പോകാനും ഞങ്ങൾ പറയുമ്പോൾ പോകും. ആ പോകുന്ന കൊച്ചുണ്ണിയെ അവിടെ ചെന്നിട്ട് ആ അറിയാലെ കൊച്ചുണ്ണി ഓടിക്കും. ഞങ്ങൾക്ക് ഒരു ബാധ്യതയില്ല. അപ്പം ഞങ്ങൾ കൊടുത്തു വിടുമ്പോൾ 7 ദിവസമോ 5 ദിവസമോ 9 ദിവസമോ ഒറ്റ സംഖ്യ വരുന്ന ആ ദിവസം എത്ര ആ വീട് നോക്കും, അത്രയും ദിവസം ഒരു മെഴുകുതിരി കാലത്തും വൈകിട്ടും കത്തിക്കണം, ദീപം കൊടുക്കണം. അപ്പൊ ഞങ്ങൾ അണയാതെ അല്ല, അണയ്ക്കോ പിന്നെ അങ്ങനെ കൊണ്ടുവന്ന് നമ്മളൊരു പ്രതിമ വെച്ചാൽ അതിന് പൂജ കൊടുത്തില്ല, അതിന് ജീവനില്ല ഏതാ എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ അതിനും ഞങ്ങൾ ഇത്ര ദിവസത്തേക്ക് അവിടുന്ന് ആ ഡേറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പറയും. 1 2 ദിവസം കഴിയുമ്പോൾ ഇതിന് മാറ്റം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയും. മാറ്റം ഉണ്ടെങ്കിൽ പറയുന്നത്. പിന്നെ ഞങ്ങൾ ആ ഡേറ്റ് കഴിയുമ്പോൾ ചെന്നിട്ട് ഞങ്ങൾ കൊടുത്തു വിട്ട സാധനം എല്ലാം തിരിച്ചു വാങ്ങിക്കും. തിരിച്ചു കൊച്ചുകൊണ്ട് കഴിഞ്ഞ് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരുന്നോളാൻ പറയും. ഇരിപ്പിടത്തിരുത്തും. അതിന് പിന്നെ വലിയ പാലിച്ചാലും ഒന്നുമില്ല. ഞങ്ങളൊരു വാഴത്തലയും ഒരു എണ്ണത്തിരിയും വാഴത്തലയും കെട്ടിയിട്ട് ഏത് നാട്ടിൽ നിന്ന് വന്ന് അർഗലയാ, തെക്കൻ നാട്ടിൽ നിന്നോ വടക്കുന്നോ പടിഞ്ഞാറോ 4 ദിക്കും ഞങ്ങളൊരു മന്ത്രം ചൊല്ലി ഒരു ആ നാട്ടിൽ വിട്ട് പോക്കോണം, ഇനി കുടുംബത്തിൽ കയറരുതെന്നും പറഞ്ഞൊരു വാഴത്തല വെട്ടി, അത് വെട്ടിത്തീർപ്പെന്ന് പറയും. തലയ്ക്കൊഴിഞ്ഞ് 4 വശത്തോട്ടും വെട്ടി തീർത്തു ഞങ്ങൾ കൊച്ചുണ്ണിയും വാങ്ങിച്ചുകൊണ്ട് ഇഞ്ഞ് പോരും. അതായത് ഇപ്പം ക്യാൻസറിനോ ഒരു രോഗത്തിനോ ഇഞ്ചക്ഷൻ മറ്റ് അതേ രീതിയായി ഉള്ളൂ. ഞങ്ങൾ കൊച്ചുണ്ണി ഓരോ മരുന്ന് അങ്ങനെ കൊച്ചുണ്ണി അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് അല്ല. ഞങ്ങൾ ചെന്നിട്ട് ഇറങ്ങിപ്പോരെന്ന് പറയാൻ പോരത്തില്ല. മനസ്സിലെ? ഇവർ തന്നെ ഓടിച്ചോളും. ആ ഒരു കാലം അങ്ങനെയാണ്. സത്യത്തിൽ അതിനവിടെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്നത്. മനസ്സിലെ? അതായത് എൻ്റെ പരമാർത്ഥ സത്യം. മനസ്സിലെ? കൂടുതലും ആൾക്കാർ വരുന്നത് മുസ്ലിങ്ങളാണ് ഇവിടെ വരുന്നത്. കായംകുളത്തിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം വരുന്നത് ഇവിടെ മെഴുകുതിരി കത്തിക്കുക. അവര് ഒരു കാര്യം പറഞ്ഞ് അവർ ആ കാര്യം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മോഷണം പോയ സാധനങ്ങളൊക്കെ തിരികെ കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ ഇപ്പോഴും വരുന്നുണ്ട്. ഓരോരുത്തർ വന്ന് പ്രാർത്ഥിച്ചിട്ട് മെഴുകുതിരിയും വാച്ച് കത്തിച്ചിട്ട് മലയച്ചനും കൊടുക്കാനുള്ള കൊടുത്തിട്ട് അവർ പോകും. അപ്പോൾ ആ സാധനം കാണാതെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങ് വരുക, മെഴുകുതിരി വന്ന് കത്തിച്ച് വെക്കുക. വഴിപാട് പറഞ്ഞിട്ടാ പോകത്തുള്ളൂ. അപ്പം ഇപ്പോഴും അത് വലിയൊരു പ്രസക്തിയായിട്ട് തന്നെ കായംകുളം കൊച്ചുണ്ണി എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം ഇവിടെയെല്ലാം ദൂരെ നിന്നൊക്കെ ആ ആൾക്കാരും ഇവിടെ വരുന്നെന്നറിയാം. ഇവിടെ സിനിമ ഇറങ്ങിയപ്പോഴേ ഒരുപാട് ആൾക്കാർ ഇവിടെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആൾ വന്ന് ഇവിടെ നിന്ന് പടം പിടിച്ചിട്ട് പോവുക. ഇപ്പോഴാ പിന്നെ വളരെ കുറവ് എന്ന് പറയുന്നു. അതെ, തിരിച്ച് കിട്ടും, കിട്ടിയവർ ഉണ്ടെന്നും പറയുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഇവിടെ അക്കരെ എങ്ങാണ്ട് ആർക്കാണ്ട് ഏതാണ്ട് സാധനം കളഞ്ഞു പോയിരുന്നു. അപ്പൊ അവര് അവിടെ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ പ്രാർത്ഥിച്ചു, കളഞ്ഞു പോയ സാധനം കായംകുളം കൊച്ചുണ്ണിക്ക് എനിക്ക് ഈ സാധനം കളഞ്ഞു പോയി, അത് കിട്ടിയാലേ മെഴുകുതിരി കത്തിച്ചു. അവരിവിടെ വന്ന് മെഴുകുതിരിയും കത്തിച്ച് അവരോട് ഇവിടെ തിരക്കപ്പോഴാണ് അവർ ആ കാര്യം ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഇത് രാവിലെ തുറക്കും, അതിന് വൈകിട്ടും തുറക്കും. ഇവിടെ ഒരാളുണ്ട് വിളക്ക് എണ്ണയെല്ലാം കൊടുക്കുന്നു, അവരോട് പറഞ്ഞ കാര്യമാണ്. പിന്നെ ഈ മുസ്ലിങ്ങളൊക്കെ വരുന്നത് നേരെ സന്ധ്യ ആവുന്ന പരുവത്തിലാണ് വരുന്നത്. അവർ വന്ന് വിളക്ക് തിരിക, അവർ അതിനകത്ത് കയറി കായംകുളം കൊച്ചുണ്ണിയെ കാണുന്നത് തൊഴുത് മെഴുകുതിരിയും കത്തിച്ചിട്ട് വരും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വഴിപാട് കൊടുക്കുന്നത്. എങ്ങനെയുള്ള കാര്യങ്ങളാ? ബീഡി, സിഗരറ്റ്, പിന്നെ പട്ട, മെഴുകുതിരി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വഴിപാട്, മുട്ട ഇതൊക്കെ വാങ്ങിച്ച് അവിടെ വഴിപാട് വെച്ച്
അവർ പറയുന്നത് കാണുവാണെങ്കിൽ അവർ പിന്നെയും വന്ന് അതിൻ്റെ ബാക്കി ചെയ്യും. എന്നിട്ട് ഈ കൊച്ചുണ്ണി ആ അർഗലയെ ഓടിക്കും. അത് യഥാർത്ഥ സത്യം അതാ. അതിനെ ഇവിടെ കൊണ്ട് ഇരുത്തിയത് ഇപ്പോഴില്ല, ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ. അപ്പൊ എൻ്റെ അപ്പൂപ്പൻ്റെ ഇങ്ങനെ ഇരുന്നപ്പോഴേ പലയിടത്തും ചെന്നിട്ട് മന്ത്രവാദികൾ ആ വീടിന്റെ പടിക്ക ചെല്ലുമ്പോൾ ഈ സ്വരൂപങ്ങളെ എന്താ സ്വരൂപമായാലും അവിടുന്ന് ഇവരെ കണ്ടു കഴിയുമ്പോൾ ഓടും, ശരീരത്തിൽ നിന്ന് ഓടും. അപ്പൊ എന്ത് ചെയ്യും, ഇവർ കയറി കഴിഞ്ഞിട്ട് ഒരുക്കളെല്ലാം വെച്ചു, എല്ലാം അവിടുന്ന് തീർന്നെന്നും പറഞ്ഞ് പോരും. എല്ലാം അവിടുന്ന് കിട്ടാനുള്ളത് എല്ലാം വാങ്ങിച്ച് പറക്കി ഇങ്ങ് പോരും. അത് കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം കഴിയുമ്പം അവിടുന്ന് ആൾ ഓടി വരും. ഒരാളി പിന്നെ അതുപോലെ ആയെന്ന് മനസ്സിലേ. അപ്പൊ അപ്പൂപ്പൻ ചെന്നപ്പോഴേ ഇവർ ഈ അർഗല ഈ ശരീരത്തിൽ നിന്ന് ഓടിപ്പോയി, അപ്പൂപ്പനെ കണ്ടപ്പോഴേ പോയി മനസ്സിലേ. അപ്പോൾ അപ്പൂപ്പന് വലിയ ധർമ്മസങ്കടമായി. എന്താ ഇനി ഇതിന് ചെയ്യുന്നത്? അപ്പം മലയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് വലിയ സങ്കടമായിപ്പോയി എനിക്ക് ഇങ്ങനെ. അപ്പം മലയും കൂടെ ചേർന്നിട്ടാണ് ഈ കൊച്ചുണ്ണിയെ ഇവിടെ കായംകുളത്തുനിന്ന് ഇയാളുടെ ദേഹത്തെ കയറ്റാനും ഇവിടെ കൊണ്ടിരുത്താനും. ചിന്തിച്ചു നോക്കണം, ആ കാലത്ത് അങ്ങനെ മല ഞങ്ങളെ സഹായിച്ചതാ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ വീട്ടിൽ ഒരാളിനെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നിട്ട് 5 പാറക്കല്ലോ 5 നെല്ലോ 5 കടുവോ എന്തെങ്കിലും എടുത്തിട്ട് ഞങ്ങൾ 5 7 എടുത്തിട്ട് എത്ര നിങ്ങളുടെ വീട്ടിന് എത്ര ദിവസത്തേക്ക് വിളക്ക് ഈ മെഴുകുതിരി കത്തിക്കാൻ പറ്റും. വീട്ടിനൊരു പെണ്ണുങ്ങളൊക്കെ മാസം കുളിയൊക്കെ വെള്ളം അങ്ങനെ ശുദ്ധി വേണം. ആ ശുദ്ധി കണക്കാക്കിയിട്ട് ഞങ്ങൾ ചോദിക്കും എത്ര ദിവസം എന്ന് പറയും. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കൊച്ചുണ്ണി അവിടെ പറഞ്ഞു വിടും. ഞങ്ങൾക്ക് ഇരുത്താൻ കഴിയുമെങ്കിൽ കൊച്ചുണ്ണി അങ്ങോട്ട് പോകാനും ഞങ്ങൾ പറയുമ്പോൾ പോകും. ആ പോകുന്ന കൊച്ചുണ്ണിയെ അവിടെ ചെന്നിട്ട് ആ അറിയാലെ കൊച്ചുണ്ണി ഓടിക്കും. ഞങ്ങൾക്ക് ഒരു ബാധ്യതയില്ല. അപ്പം ഞങ്ങൾ കൊടുത്തു വിടുമ്പോൾ 7 ദിവസമോ 5 ദിവസമോ 9 ദിവസമോ ഒറ്റ സംഖ്യ വരുന്ന ആ ദിവസം എത്ര ആ വീട് നോക്കും, അത്രയും ദിവസം ഒരു മെഴുകുതിരി കാലത്തും വൈകിട്ടും കത്തിക്കണം, ദീപം കൊടുക്കണം. അപ്പൊ ഞങ്ങൾ അണയാതെ അല്ല അണയ്ക്കോ, പിന്നെ അങ്ങനെ കൊണ്ടുവന്ന് നമ്മളൊരു പ്രതിമ വെച്ചാലും അതിന് പൂജ കൊടുത്തില്ല, അതിന് ജീവനില്ല ഏതാ എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനും ഞങ്ങൾ ഇത്ര ദിവസത്തേക്ക് അവിടുന്ന് ആ ഡേറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പറയും. 1 or 2 ദിവസം കഴിയുമ്പോൾ ഇതിന് മാറ്റം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയും. മാറ്റം ഉണ്ടെങ്കിൽ പറയുന്നത്. പിന്നെ ഞങ്ങൾ ആ ഡേറ്റ് കഴിയുമ്പോൾ ചെന്നിട്ട് ഞങ്ങൾ കൊടുത്തു വിട്ട സാധനം എല്ലാം തിരിച്ചു വാങ്ങിക്കും. തിരിച്ചു കൊച്ചുകൊണ്ട് കഴിഞ്ഞ് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരുന്നോളാൻ പറയും. ഇരിപ്പിടത്തിരുത്തും. അതിന് പിന്നെ വലിയ പാലിച്ചാലും ഒന്നുമില്ല. ഞങ്ങളൊരു വാഴത്തലയും ഒരു എണ്ണത്തിരിയും വാഴത്തലയും കെട്ടിയിട്ട് ഏത് നാട്ടിൽ നിന്ന് വന്ന അർഗലയാ, തെക്കൻ നാട്ടിൽ നിന്നോ വടക്കുനിന്നോ പടിഞ്ഞാറോ 4 ദിക്കും ഞങ്ങളൊരു മന്ത്രം ചൊല്ലി ഒരു ആ നാട്ടിൽ വിട്ട് പോക്കോണം, ഇനി കുടുംബത്തിൽ കയറരുതെന്നും പറഞ്ഞൊരു വാഴത്തല അത് വെട്ടി തീർപ്പെന്ന് പറയും. തലയ്ക്കൊഴിഞ്ഞ് 4 വശത്തോട്ടും വെട്ടി തീർത്തു ഞങ്ങൾ കൊച്ചുണ്ണിയും വാങ്ങിച്ചുകൊണ്ട് ഇഞ്ഞു പോരും. അതായത് ഇപ്പം ക്യാൻസറിനോ ഒരു രോഗത്തിനോ ഇഞ്ചക്ഷൻ മറ്റ് അതേ രീതിയായി ഉള്ളൂ. ഞങ്ങൾ കൊച്ചുണ്ണി ഓരോ മരുന്ന് അങ്ങനെ കൊച്ചുണ്ണി അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന അല്ല. ഞങ്ങൾ ചെന്നിട്ട് ഇറങ്ങിപ്പോരെന്ന് പറയാൻ പോരത്തില്ല മനസ്സിലേ. ഇവർ തന്നെ ഓടിച്ചോളും. ആ ഒരു കാലം അങ്ങനെയാണ്. സത്യത്തിൽ അതിനവിടെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്നത് മനസ്സിലേ. അതായത് എൻ്റെ പരമാർത്ഥ സത്യം മനസ്സിലായി.